തൃശ്ശൂരിലേക്ക് വന്നാൽ അവിടെ നമുക്കറിയാം കടുത്ത പോരാട്ടം നടന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. സ്വാഭാവികമായും BJPയുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു വളർച്ച തന്നെയാണ് ഈ പോരാട്ടത്തിൻ്റെ കടുപ്പം ഒന്ന് കൂട്ടിയത്. തൃശ്ശൂരിലായാലും മണലൂരിലായാലും ഒക്കെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. തൃശ്ശൂരിൽ ഒരുപക്ഷെ BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരം എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ പത്മജ വേണുഗോപാൽ വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. മണലൂരിൽ BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറൊക്കെ വലിയ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്താമെന്ന് കരുതുന്ന ജില്ലകൾ മണ്ഡലങ്ങൾ അവിടെയുണ്ട് BJPക്ക് NDAക്ക്. അതാണ് രണ്ട് മുന്നണികളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണന്റെ പോരാട്ടവും നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാനാവില്ല. അങ്ങനെ ആരെ പിന്തുണയ്ക്കുമെന്നുള്ളത് നിർണായകമാണ്. BJPക്ക് വലിയ പ്രതീക്ഷ നിരവധി മണ്ഡലങ്ങളുണ്ട്. അതേസമയം പരമ്പരാഗത കോട്ടകൾ കൈവിടില്ല എന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു. മണലൂർ, കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഈ മണ്ഡലങ്ങളിലെ ഈ തൃശ്ശൂരിലെ മണ്ഡലങ്ങളുടെ വിജയം UDFന് നിർണായകമാണ്. മൊത്തത്തിൽ ഒരു ഭൂരിപക്ഷം 71 എന്നുള്ള മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ UDF കണക്ക് കൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDFനൊപ്പം നിന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. ഡാനി, തൃശ്ശൂരിലെ ഒരു അവസാനവട്ട കണക്കുകൂട്ടൽ എന്താണ്? രഞ്ജിത്ത്, നമ്മൾ നേരത്തെ എറണാകുളം പറയുമ്പോൾ എറണാകുളം UDFന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇടതുമുന്നണിക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് ഈ 13 സീറ്റുകൾ 12 സീറ്റുകളും നേടി വളരെ അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ് ഇടതുമുന്നണിക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത്. മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ ഒരുമിച്ച് നേടിയെടുത്ത് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരിടമെല്ലാം തൃശ്ശൂരായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല എന്നെല്ലാം തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ചില രീതിയിലെങ്കിലും അവിടെ ചുവരെഴുത്തുകൾ മാറുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നമ്മളത് കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് NDAക്ക് 6 സീറ്റുകളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ രീതിയിലുള്ള ഒരു ലീഡ് നേടാനായിട്ട് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ കഴിഞ്ഞിരുന്നതാണ്. അതോടൊപ്പം തൃശൂർ മണ്ഡലത്തിലാണെങ്കിൽ 14,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ മാത്രമായിട്ട് വളരെ വലിയ രീതിയിലുള്ളൊരു മാർജിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണക്കുകൾ NDAക്ക് അനുകൂലമാകുമ്പോൾ ഈ മധ്യ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം സീറ്റുകൾ നേടാൻ NDAക്ക് കഴിയുമെങ്കിൽ തൃശൂർ അതിന് കൃത്യമായ ചേരുവകളുള്ള ഒരു ഭൂമികയാണെന്നാണ് NDAയുടെ ഒരു വിലയിരുത്തൽ. നമ്മൾ അതിന്റെ ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂരാണെങ്കിലും നാട്ടികയിലാണെങ്കിലും തൃശൂർ എടുത്തു പറയാൻ തൃശൂരാണെങ്കിലും തൃശൂരിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 70% ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 77-ലേക്ക് ഉയർന്നിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം അവിടെ വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് NDA ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രവുമല്ല ഇടതുമുന്നണിക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഇപ്പോഴവിടെ ഉണ്ടോ എന്നത് സംശയമാണ്. കാരണം CPI മത്സരിക്കുന്ന ഒരു സീറ്റാണ്. ഇത്തവണ കൂടുതൽ വോട്ടുകൾ NDAയിലേക്ക് പോയിട്ടുണ്ടാകുമെന്നൊരു വിലയിരുത്തൽ ഔദ്യോഗികമായി അല്ലെങ്കിൽ കൂടിയും ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. കാരണം ഒരു ആത്മവിശ്വാസത്തോടെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നതാണ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തന്നെ നേരത്തെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവർക്ക് ഒരു ആത്മവിശ്വാസ കുറവ് ഇടതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ചില സൂചനകൾ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പോൾ അവിടെ വ്യക്തമായ ഒരു ലീഡിലേക്ക് വരാനായിട്ട് NDA കഴിയുമെന്നാണ് NDA പൊതുവിൽ വിശ്വസിക്കുന്നത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച മണലൂരാണെങ്കിലും മണലൂരിലെ ശക്തമായ രീതിയിലൊരു ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ്. മണലൂർ തന്നെയാണ് TN പ്രതാപൻ മത്സരത്തിന് ഇറങ്ങുന്നത്. TN പ്രതാപനും ഈ താൻ വിജയിച്ച് കയറുമെന്ന രീതിയിലാണ്. നേരത്തെ അവിടെ കിറ്റ് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മണലൂരിൽ ശരിയായും മത്സരം ഉള്ളത് UDFും NDAയും തമ്മിലാണെന്ന് ആ രീതിയിലുള്ളൊരു വിലയിരുത്തലാണ് അവിടെയുള്ളത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥാണ്. എങ്കിൽ കൂടിയും ശക്തമായ ഒരു ത്രികോണ മത്സരം അവിടെ നടക്കുന്നു. അതിൽ തങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ് അനീഷ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം നാട്ടികയിലെ കാര്യം മറന്നുകൂടാ. നാട്ടികയിലെ CC മുകുന്ദൻ CPIയിലെ സിറ്റിംഗ് MLA ആയിരുന്നു. CC മുകുന്ദനാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. 28,000-ലധികം വോട്ടുകൾക്ക് ജയിച്ച ഒരാൾ കൂടിയാണ്. പക്ഷേ പാർട്ടിയുമായുള്ളൊരു അഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിയായി ഉണ്ടാകുന്നു. അദ്ദേഹം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായി മാറുന്നത്. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. അതൊരിക്കലും ചെറുതാക്കി കാണാനായിട്ട് സാധിക്കുകയില്ല.
അദ്ദേഹം അവിടെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങളുടെ ഭാഗം അങ്ങനെ വലിയ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. മുൻ MLA ഗീതാ ഗോപിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് നാട്ടികയിൽ വരുന്നത്. എങ്കിൽ കൂടിയും BJPക്ക് NDAക്ക് അവിടെ വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഗുരുവായൂർ സീറ്റിൽ വരുമ്പോൾ ഗുരുവായൂര് വിവാദങ്ങൾ കൊണ്ടാണ് വി ഗോപാലകൃഷ്ണൻ അവിടെ കളം നിറഞ്ഞത്. വലിയ ഈ വോട്ടിംഗ് ദിവസം തന്നെയും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലതും ആ രീതിയിലുള്ളതായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു വോട്ടുകളുടെ ഈ ഒരു ഏകീകരണത്തിന് കാരണമാകും എന്നൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. അത് മുന്നണികൾക്കും ഇപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാകും ആ ഒരു സാഹചര്യം എന്ന് തന്നെയാണ് NDA ക്യാമ്പുകൾ കരുതുന്നത്. നാട്ടികയും മണലൂരും തൃശൂരുമെല്ലാം അവർ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന NDA പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഇടങ്ങളാണ്. തങ്ങളുടെ ഒരു വോട്ട് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇത്തവണ മുഴുവൻ സീറ്റുകളും നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. 12 സീറ്റുകളുണ്ട്. ഒരു സീറ്റ് മാത്രമാണ്, ചാലക്കുടി മാത്രമാണ് കൈവിട്ടത്. ഇത്തവണ ചാലക്കുടിയും പിടിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ മാറിയ ഒരു വോട്ടിംഗ് നിരക്കുകൾ ഇത് ആരെ തുണയ്ക്കുമെന്ന രീതിയിൽ തന്നെ എല്ലായിടത്തോളം പോലെ തന്നെ മുന്നണികൾക്ക് അവിടെയും കണക്കുകൂട്ടലുകൾ കൃത്യമായി വരുന്നില്ല എന്നതാണ് തൃശൂർ ജില്ലയിലെ ഒരു സാഹചര്യം ഡാനി വിശേഷിപ്പിക്കുന്നത്. തൃശൂരിലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന, പ്രവചിക്കാനാവാത്ത വിധമുള്ള റിസൾട്ടുകൾക്ക് സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.